ഫ്ലോറിഡയിലും പ്യൂട്ടോറിക്കയിലും ബെർമൂഡയിലുമായി 1.5 ദശലക്ഷം ചതുരശ്ര മൈൽ വിസ്തൃതിയിൽ കടലിലായി പരന്നു കിടക്കുന്ന നിഗൂഢത നിറഞ്ഞ ബെർമൂഡ ട്രയാങ്കിളിനെ കുറിച്ച് കേൾക്കാത്തവർ ആരും തന്നെ ഉണ്ടാകില്ലല്ലോ. 1918 300-ലധികം ജോലിക്കാരുമായി പോയ ഒരു US കാർഗോ ഷിപ്പ് ഈ ഒരു പ്രദേശത്ത് വെച്ച് അപ്രത്യക്ഷമായതോടെ ലോകം ഈ സ്ഥലത്തെ ഭയപ്പെടാൻ തുടങ്ങി. അതുമാത്രമല്ല, 1945 US നേവിയുടെ ഫ്ലൈറ്റ് 19 സ്ക്വാഡിലെ പരിശീലനം ലഭിച്ച 27 നേവി ഉദ്യോഗസ്ഥരുമായി പോയ 5 വിമാനങ്ങളാണ് ഒരു തുമ്പും അവശേഷിപ്പിക്കാതെ ഇവിടുന്ന് അപ്രത്യക്ഷമായത്. ഇതുവരെ ലഭിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 50-ലധികം ഷിപ്പുകളും 30ഓളം എയർക്രാഫ്റ്റുകളും 1000-ലധികം ആളുകളുമാണ് ഈ ഒരു പ്രദേശത്ത് വെച്ച് അപ്രത്യക്ഷമായിരിക്കുന്നത്. മീഥേൻ വാതകങ്ങളുടെ അതിപ്രസരം, UFOകൾ, അതിശക്തമായ കാന്തിക വലയങ്ങൾ, അങ്ങനെ പല സിദ്ധാന്തങ്ങളാണ് ഈ പ്രദേശത്തെപ്പറ്റി പലരും പറയുന്നത്. എന്നാൽ ശാസ്ത്രീയമായ ഒന്നും ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഒരു ചോദ്യം എപ്പോഴും നിലനിൽക്കുന്നു: ആർക്കെങ്കിലും ഇവിടുത്തെ മരണച്ചുഴി മറികടക്കാൻ കഴിഞ്ഞാൽ? ആ ഒരു തോട്ട് അഖിൽ പി ധർമ്മജൻ ഡെവലപ്പ് ചെയ്തപ്പോൾ കിട്ടിയത് മാസ്റ്റർ പീസ് ഐറ്റം എന്ന് വിശേഷിപ്പിക്കാവുന്ന മെർക്കുറി ഐലൻഡ് എന്ന ഫാന്റസി നോവലാണ്. നോവലിലേക്ക് വന്നാൽ, ഒരുപാട് മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഫ്ലോറിഡയിലെ ഒരു കോളേജിലെ ചരിത്ര അധ്യാപകനായിരുന്നു പ്രൊഫസർ നിക്കോൾസൺ. ഒരു ലേലത്തിൽ വാങ്ങിയ മൺപ്രതിമയിൽ നിന്നും പുരാതന ലൂത്ത് ലിപിയിൽ എഴുതിയ ഒരു രേഖ അദ്ദേഹത്തിന് കിട്ടുന്നു. അത് ഡീകോഡ് ചെയ്യുന്നതോടെയാണ് മെർക്കുറി ഐലൻഡിൻ്റെ രഹസ്യം വെളിപ്പെടുന്നത്. ലോകത്തിന് മുന്നിൽ മറഞ്ഞിരിക്കുന്ന മെർക്കുറി ഐലൻഡിലേക്ക് എത്തണമെങ്കിൽ കടലിലെ ആ മരണച്ചുഴി മറികടക്കണമായിരുന്നു. ചരിത്രത്തെയും സാഹസികതയും ഒരുപോലെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന് വീണ് കിട്ടിയ അവസരം നഷ്ടപ്പെടുത്താൻ തോന്നിയില്ല. നിശ്ചയദാർഢ്യത്തോടെ ആ മരണച്ചുഴിയും മറികടന്ന് അത്ഭുതങ്ങളുടെ ആ ലോകത്തേക്ക് അദ്ദേഹം അപ്രത്യക്ഷനായി. എന്നാൽ അദ്ദേഹത്തെ തേടി തൻ്റെ പ്രിയ വിദ്യാർത്ഥികളും സഹപ്രവർത്തകയും ഇറങ്ങിത്തിരിക്കുന്നതോടെ മെർക്കുറി ഐലൻഡ് തീർത്തും ഒരു സീറ്റഡ്ജ് ഫാൻറ്റസി ത്രില്ലർ മൂഡിലേക്ക് മാറുന്നു. പേജുകൾ ഓരോന്നായി വായിച്ചു മറിക്കുമ്പോൾ മെർക്കുറി ഐലൻഡ് അവിടുത്തെ നിഗൂഢതകളുടെ ആഴങ്ങളിലേക്ക് നമ്മളെയും വലിച്ചുകൊണ്ട് പോകുന്നു. സാഹസികതയും ചരിത്രവും ഭീകരതയും നിഗൂഢതകളും ഭാവനകളും ചേർത്ത് 400-ലധികം പേജുകളിലായി അഖിൽ ഈ നോവൽ എഴുതി അവസാനിപ്പിച്ചപ്പോൾ വായനക്കാർക്ക് കിട്ടിയത് ഫാൻറ്റസി എന്ന ജോണറിനോട് 100% നീതി പുലർത്തിയ ഒരു ത്രില്ലർ നോവൽ തന്നെയാണ്. ഒരു തരി പോലും ബോറടിക്കാതെ ഒറ്റയിരുപ്പിൽ വായിച്ചു തീർക്കാൻ സാധിക്കുന്ന ഈ നോവൽ ഇനിയും വായിക്കാത്തവരുണ്ടെങ്കിൽ ആ മരണച്ചുഴിയും മറികടന്നും ധൈര്യമായി മെർക്കുറി ദ്വീപിലേക്ക് ചെന്നോളൂ. ഒരിക്കലും നഷ്ടമാവില്ല ആ യാത്ര.